അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ഈദുൽ ഫിത്തർ ആഘോഷിച്ചു. വ്രതശുദ്ധിയിലൂടെ നേടിയെടുത്ത ആത്മചൈതന്യവുമായി അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ വിവിധ മസ്ജിദുകളിൽ ഈദുൽ ഫിത്തർ നമസ്കാരം നടന്നു. നോർത്ത് സെന്റ് ബെനഡിക്ട് റോഡിലെ മസ്ജിദ് ഉമറിൽ നടന്ന ഈദ് നമസ്കാരത്തിന് മൗലവി സൈനുൽ അബുദ്ദീൻ സാഹിബ് നേതൃത്വം നൽകി. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രം പോരാടരുതെന്നും മറ്റുള്ളവർക്ക് നാം അവരുടെ അവകാശങ്ങൾ നൽകുകയും വേണമെന്ന് അഹമ്മദിയ ഖലീഫ ഹസ്രത്ത് മിർസ മസ്റൂർ അഹമ്മദ് സാഹിബിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഈദ് പ്രഭാഷണത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ഈ ലോകത്തും സന്തോഷങ്ങൾ കൈവരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം സ്വർഗമായി തീരുകയും പരലോകത്തും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് അവകാശികളായി കൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അല്ലാഹു ഈ രാത്രിയിലും തുടർന്നും നമ്മുടെ ആരാധനാ കർത്തവ്യം നിറവേറ്റാനും നമ്മുടെ ഹൃദയങ്ങളെ സജീവമാക്കി നിർത്തുവാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. ദാസരോടുള്ള അവകാശം നിറവേറ്റാൻ നിർദ്ദേശിച്ചുകൊണ്ട് അല്ലാഹു നൽകിയ നിർദ്ദേശങ്ങളുടെ അവസാനത്തിൽ പറഞ്ഞു, ഈ കടമ നിറവേറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അഹങ്കാരിയും അല്ലാഹു ഇഷ്ടപ്പെടാത്ത പൊങ്ങച്ചക്കാരുമാണ്. മാതാപിതാക്കളോട് ദയയോടെ പെരുമാറണമെന്നത് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. അവരോടൊരിക്കലും ഛേ എന്ന് പോലും പറയരുത്. ദയയോടെ പെരുമാറണമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾ അവർക്ക് ഉപകാരം ചെയ്യാൻ പോകുന്നുവെന്നല്ല, മറിച്ച് നിങ്ങളെ വളർത്തിയവരോട് നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നുവെന്നാണ്. അനാഥരെ സമൂഹത്തിന്റെ ഏറ്റവും മികച്ച ഭാഗമാക്കുക. 2 വിരലുകൾ ചേർത്ത് കാണിച്ചുകൊണ്ട് ഇതുപോലെ താനും അനാഥകളെ പരിപാലിക്കുന്നവരും സ്വർഗത്തിൽ ഒരുമിച്ചായിരിക്കുമെന്നാണ് മുഹമ്മദ് നബി ശിഷ്യരെ ബോധ്യപ്പെടുത്തിയത്. ദരിദ്രരെയും ദുർബലരെയും സംരക്ഷിക്കുന്നതിനും പാവപ്പെട്ട രോഗികളെ ശുശ്രൂഷിക്കുന്നതിനുമായി അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ആഗോളാടിസ്ഥാനത്തിൽ അനേകം ഫണ്ടുകൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അവരോട് ഒരിക്കലും ഛേ എന്ന് പോലും പറയരുത്. അതിനാൽ നിങ്ങൾ മാതാപിതാക്കളോട് ദയയോടെ പെരുമാറണം എന്ന് പറയുമ്പോൾ അതിനർത്ഥം നിങ്ങൾ അവർക്ക് ഉപകാരം ചെയ്യാൻ പോകുന്നുവെന്നല്ല, മറിച്ച് നിങ്ങളെ വളർത്തിയ അവരോട് നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതിനാൽ അവർ പറയുന്നതെല്ലാം സഹിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. അവർ മതത്തിനോ ദൈവത്തിനോ എതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അവർ പറയുന്നത് കേൾക്കരുത്. ബാക്കിയുള്ള എല്ലാ ഭൗതിക കടമകളും അവർക്ക് നൽകേണ്ടതാണ്. വായക്കാല ബൈത്തെ താഹിർ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മൗലവി യു ബഷീറും ഫോർട്ട് കൊച്ചി പുല്ലുവാറ റോഡിലെ അഹമ്മദിയ മസ്ജിദിൽ നടന്ന നമസ്കാരത്തിന് മൗലവി ഇജാസ് അഹമ്മദും പള്ളുരുത്തി വെസ്റ്റ് കച്ചേരിപ്പടിയിലുള്ള മസ്ജിദ് മഹമ്മൂദിൽ മൗലവി സി എൻ താഹിർ അഹമ്മദും നേതൃത്വം നൽകി. ഐരാപുരം ബൈത്തുൽ ഹുദ മസ്ജിദിൽ മൗലവി ഹസീബ് അഹമ്മദും മൂവാറ്റുപുഴ അഹമ്മദിയ മസ്ജിദിൽ മൗലവി മുഹമ്മദ് റാഫിയും നേതൃത്വം വഹിച്ചു. പെരുന്നാളിനോടനുബന്ധിച്ച് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ മധുര പലഹാര വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, കൊച്ചി.